പ്രിയമുള്ളവരെ, മലയാളിയുടെ തെരഞ്ഞെടുപ്പ് പ്രവചന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് എറണാകുളം, ഇടുക്കി ജില്ലകളാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കഴിഞ്ഞ 2 തവണയായി LDF പരാജയപ്പെടുന്ന അല്ലെങ്കിൽ UDF വിജയിക്കുന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ. ഏറ്റവും രസകരമായ കാര്യം, ഇരു മുന്നണികളുടെയും വോട്ട് ക്രമമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. 2011 47.4% വോട്ടുണ്ടായിരുന്ന LDFന് ഇപ്പോൾ 35.9% വോട്ടുകൾ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ UDFന് 44.7% ഉണ്ടായിരുന്നത് 37.10% ചുരുങ്ങിയിട്ടുണ്ട്. ഈ വോട്ടുകളുടെ ക്രമാനുഗതമായ കുറയൽ ഒരുപക്ഷെ മറ്റു ചില സംഘടനകളുടെ സ്വാധീനം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഇത്തവണ വളരെ ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. LDFന് ഏതാണ്ട് 39%, UDFന് 38%, BJPക്ക് ഒരു 19% വോട്ടുകളാണ് ഇത്തവണ നമ്മൾ കാണുന്നത്. ഇത് ശക്തമായ മത്സരം നടക്കുന്ന ഈ സാഹചര്യത്തിൽ 1% വോട്ടുകളുടെ മികവിൽ ഇടതുപക്ഷം ഇത്തവണ പെരുമ്പാവൂർ സീറ്റ് പിടിക്കാനാണ് സാധ്യത. അവിടെ നിലനിൽക്കുന്ന മറ്റ് കോൺഗ്രസിനകത്ത് UDF നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇത്തവണ UDFിനെതിരായി LDFന് അനുകൂലമായി വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പെരുമ്പാവൂർ ഇത്തവണ LDF പിടിച്ചത്. അടുത്ത മണ്ഡലം അങ്കമാലിയാണ്. അങ്കമാലിയിൽ ശരാശരി 50% വോട്ട് UDF സ്ഥിരമായി നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം UDFന് തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അടുത്ത മണ്ഡലം ആലുവയാണ്. ഇതുപോലെ തന്നെ UDF 48-50% വോട്ടുകൾ സ്ഥിരമായി നേടിയെടുക്കുന്ന ഒരു മണ്ഡലമാണ് ആലുവ. ഇന്നുവരെ LDFന് ജയിക്കാനേ കഴിയാത്തൊരു മണ്ഡലമാണ്. ഇത്തവണയും അവിടെ ഏതാണ്ട് 12% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF തന്നെ വിജയിക്കും. അടുത്ത മണ്ഡലം കളമശ്ശേരിയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ LDF UDFിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ് കളമശ്ശേരി. ഇത്തവണയും അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി P. രാജീവ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ മികവ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായിരുന്നാലും ഒരു 5 മുതൽ 7 വരെ % വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും രാജീവ് കളമശ്ശേരിയിൽ നിന്ന് വിജയിക്കും. LDF ആ മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത മണ്ഡലം പരവൂരാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ മത്സരിക്കുന്ന പരവൂര്. അദ്ദേഹത്തിന് ശരാശരി 50% വോട്ട്, 50% വരെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത്തവണ LDFന് ടൈസൺ മാഷ് പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ നിർത്തി അതിശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. വിവിധ സാമുദായിക സംഘടനകളെ കൂട്ടിപ്പിടിക്കാനുള്ള സതീശന്റെ കഴിവാണ് അദ്ദേഹത്തിന് ഈ വിജയം നേടിക്കൊടുക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ടൈസൺ മാസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം മാറും. പക്ഷെ സാധ്യത വളരെ കുറവാണ്. VD സതീശൻ തന്നെ പരവൂർ മണ്ഡലം വിജയിക്കും. മണ്ഡലം UDFനൊപ്പം നിൽക്കും. അടുത്തത് വൈപ്പിനാണ്. ഇടതുപക്ഷം സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലമാണ്. 7% വോട്ടിന്റെ വ്യത്യാസം LDFും UDFും തമ്മിലുണ്ട്. ഇത്തവണയും ആ മണ്ഡലം LDFന് നിലനിർത്താൻ ഏതാണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരു 3 മുതൽ 4% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും LDF വൈപ്പിൻ മണ്ഡലം നിലനിർത്തും. അടുത്തത് കൊച്ചിയാണ്. കൊച്ചിയിലും ഈ പറഞ്ഞ പോലെ ഇവിടെ കൊച്ചിയിലും വൈപ്പിലും മറ്റൊരു മുന്നണിയുടെ സാന്നിധ്യം കൂടെ ഉണ്ട്. അതായത് 2020 നല്ല ശതമാനം വോട്ടുള്ള മണ്ഡലമാണ് വൈപ്പിനും ഈ കൊച്ചിയൊക്കെ. BJPയുടെ വോട്ടുകൂടെ ചേരുന്ന സമയത്ത് NDA ഇവിടെ ശക്തമായൊരു മുന്നണിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൊച്ചിയിലെ LDFന് 42% വോട്ടും UDFന് 31% വോട്ട്, അതായത് 10% വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. BJPക്ക് 8% വോട്ടാണുള്ളത്. പക്ഷേ 15% വോട്ടുകൾ 2020 ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മൊത്തത്തിൽ 20% വോട്ടുകൾ NDAക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 8 മുതൽ 10 വരെ % വോട്ടുകൾക്ക് കൊച്ചി മണ്ഡലം ഇത്തവണയും LDF നിലനിർത്തുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇത്തവണ അവിടെ വോട്ടിന്റെ ശതമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 0.5% താഴെ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറ മണ്ഡലം UDF ജയിച്ചത്. ഇത്തവണ മത്സരം ശക്തമായി നടക്കുന്നു.
LDF ഒരു 42-43% വോട്ടും UDF 41 മുതൽ 42% വോട്ടും NDAക്ക് 17 മുതൽ 18% വരെ വോട്ടും കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നാലും ഈ മണ്ഡലം ഒരു പ്രവചനാതീതം മണ്ഡലം എന്ന നിലയിൽ പരിഗണിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു മുന്നണിയും കണക്കിൽ ഞാനും തൃപ്പൂണിത്തുറ പെടുത്തുന്നില്ല. അടുത്തത് എറണാകുളമാണ്. UDFന്റെ കുറച്ച കോട്ടയാണ്. 10 മുതൽ 12% വോട്ടുകൾക്ക് എറണാകുളത്ത് UDF ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തൃക്കാക്കരയാണ്. തൃക്കാക്കരയും അതുപോലെ തന്നെയാണ്. UDFനെ സ്ഥിരമായി ജയിപ്പിക്കുന്ന മണ്ഡലമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണയും തൃക്കാക്കര മണ്ഡലം UDF നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അടുത്തത് കുന്നത്തുനാടാണ്. കുന്നത്തുനാട് ഇതുപോലെ തന്നെ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണത്. 2020യുടെ സാന്നിധ്യമാണ് മുന്നണികളുടെ വോട്ട് ക്രമത്തിൽ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുള്ളത്. 2020ക്ക് അവിടെ 27% വോട്ടുകളുണ്ട്. BJPക്ക് 5% വോട്ടുണ്ട്. രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഏതാണ്ട് 32% വോട്ട് NDAക്ക് ഉണ്ട്. അതുപോലെ കോൺഗ്രസിന് 32%, LDFന് 33.79, ഏതാണ്ട് 34% വോട്ടാണ്. ഇത്രയും കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. ഈ വോട്ടിംഗ് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ LDFന് നേരിയ ഒരു മുൻതൂക്കമുണ്ട്. അതായത് ഒരു 34% വോട്ടാണ് LDFന് പ്രതീക്ഷിക്കുന്നത്. UDFന് 32, അതുപോലെ NDAക്കും ഒരു 31-32% വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം NDAയിൽ നിന്ന് ഇത്തവണ 2020 നിന്നുള്ള വോട്ടുകൾ ഇത്തവണ കുറയാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് BJPയോട് ചേർന്നതിന് ശേഷം. ഈ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് ഒരു 34% വോട്ട് നേടിയിട്ട് ഏതാണ്ട് 1.5-2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കുന്നത്തുനാട് ഇത്തവണയും LDF നിലനിർത്താനാണ് LDFന് കിട്ടാനാണ് സാധ്യതയുള്ളത് എന്നാണ്. അത് നിലനിർത്തുക തന്നെയാണ് ചെയ്യുക. കഴിഞ്ഞ തവണയും LDF ആണ് ജയിച്ചത്. ഇത്തവണ ആ മണ്ഡലം നിലനിർത്താനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. അടുത്ത പിറവം മണ്ഡലമാണ്. പിറവം മണ്ഡലം ഇതുപോലെ തന്നെയാണ്. UDFന്റെ ശക്തി കേന്ദ്രമാണെന്ന് പറയാം. 50%-ലധികം വോട്ട് നിലനിർത്താൻ UDFന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മറ്റ് അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. പിറവം മണ്ഡലം ഇത്തവണയും UDF നിലനിർത്തും. അടുത്തത് മൂവാറ്റുപുഴ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഒരു 3% വോട്ടുകൾക്ക് LDFന് നഷ്ടപ്പെട്ട മണ്ഡലമാണിത്. LDF ജയിച്ച് കയറി വരാറുള്ള മണ്ഡലവുമാണ്. ഇത്തവണ ഇവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് LDFന് ഒരു 42.5 മുതൽ 43.5 വരെ വോട്ടുകൾ കിട്ടാൻ, ഏതാണ്ട് അത്രയും വോട്ടുകൾ UDFനും കിട്ടാനാണ് സാധ്യത. ഇത് പ്രവചനാതീതമായ മണ്ഡലം എന്ന രീതിയിൽ ഇതിനെ പരിഗണിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആർക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മെയ് 4 മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ളൂ. അടുത്ത മണ്ഡലം കോതമംഗലമാണ്. സ്ഥിരമായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന 2-3 തെരഞ്ഞെടുപ്പുകളിലായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് കോതമംഗലം. LDFും UDFും തമ്മിൽ ഏതാണ്ട് 7% വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. MLAയുടെ മികവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ പ്രവർത്തനങ്ങളും LDFന് കൂടുതൽ കരുത്താകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തവണ നമ്മൾ പരിശോധിക്കുന്നത് LDFന് ഒരു 46-47% വോട്ടുകളും UDFന് 42 മുതൽ 43% വരെ വോട്ടുകളും ലഭിക്കും. അങ്ങനെ വന്നാൽ ഒരു 3-4% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോതമംഗലം ഇത്തവണയും ഇടതുപക്ഷം നിലനിർത്തുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ ആകെ 14 സീറ്റുകളിൽ 5 LDFും 6 UDFും 3 പ്രവചനാതീതമായ മത്സരം എന്ന നിലയിലുമാണ് ഉള്ളത്. ഈ പ്രവചനാതീതമായ മത്സരത്തിൽ LDFന് UDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതാണ് എറണാകുളത്തിന്റെ ഒരവസ്ഥ. അടുത്ത നമ്മൾ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം മണ്ഡലത്തിൽ ശരാശരി ഒരു 48 മുതൽ 51 വരെ % വോട്ടുകൾ LDFനും 44% ഏതാണ്ട് അതുപോലെ UDF നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ MLA ആണ് BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ചെറിയ തോതിൽ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും LDFന് ഒരു 48% വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു. UDFന്റെ 46% വോട്ടും പ്രതീക്ഷിക്കുന്നു. BJPക്ക് 5% വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് 2% വോട്ടുകളുടെ
ഭൂരിപക്ഷത്തിൽ LDF ദേവികുളം മണ്ഡലം നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്തായിട്ട് നമ്മൾ പോകുന്ന ഉടുമ്പൻചോലയിലേക്കാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ MM മണി വിജയിച്ച മണ്ഡലമാണ്. ഒരുപക്ഷെ MM മണി ഇവിടെ 1500 വോട്ടുകൾക്ക് തോൽക്കും എന്നൊക്കെ പ്രവചിച്ച ആൾക്കാരുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 30,000-ലധികം വോട്ടുകൾക്കാണ് ഉടുമ്പൻചോലയിൽ MM മണി വിജയിച്ചത്. ഇത്തവണയും അവിടെ 61% വോട്ടാണ് LDFനുള്ളത്. UDFനാണെങ്കിൽ 31% വോട്ട് മാത്രമേ. ഏതാണ്ട് 30% വോട്ടുകൾ അധികമാണ് LDFന്. ഈ സാഹചര്യത്തിൽ വലിയൊരു മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. LDF ഒരു 58% വോട്ടും UDF 35% വോട്ടുകളും നേടും. 20 മുതൽ 22, 23% വരെ വോട്ടുകൾക്ക് ഇവിടെ ഭൂരിപക്ഷത്തിൽ LDF മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടുത്ത് നമ്മൾ പോകുന്നത് തൊടുപുഴയിലേക്കാണ്. സ്ഥിരമായി 50% വോട്ട് നേടുന്ന UDFന്റെ ശക്തി കേന്ദ്രമാണ് തൊടുപുഴ. അവിടെയും മറ്റ് മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും ഒന്നും സാധ്യതയില്ല. ഇത്തവണയും UDF ആ മണ്ഡലം നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്തും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇടുക്കി മണ്ഡലത്തിലേക്കാണ്. ഇടുക്കി മണ്ഡലം ഇവിടെ റോഷി അഗസ്റ്റിനാണ് സ്ഥാനാർത്ഥി. ഏത് മുന്നണിയിൽ നിന്നാലും അദ്ദേഹം മാത്രമാണ് അവിടെ നിന്ന് ജയിച്ചു വരുന്നത്. 2011, 16, 21, 11, 16 അദ്ദേഹം UDFന്റെ ഭാഗമായിരുന്നു. 21 അദ്ദേഹം LDFന്റെ ഭാഗമായിരുന്നു. ഈ 3 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചതാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇടുക്കിയിൽ മറ്റൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഏതാണ്ട് 48% വോട്ട് LDFന് അവിടെയുണ്ട്, 43% വോട്ട് UDFനുണ്ട്. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തവണത്തെ ഞങ്ങളുടെ പ്രതീക്ഷ LDFന് 47% വോട്ടും UDFന് 43% വോട്ടും കിട്ടും. ഏതാണ്ട് 4% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഇടുക്കി മണ്ഡലം റോഷി അഗസ്റ്റിൻ നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഈ ജില്ലയിലെ അവസാനത്തെ നിയോജക മണ്ഡലമാണ് പീരുമേട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം ജയിച്ചു കയറിയിട്ടുള്ളത്. UDFും അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. 49%-ൽ നിന്നും LDFന്റെ വോട്ട് 47%-ലേക്ക് ചുരുങ്ങിയപ്പോൾ 45% വോട്ട് അതുപോലെ നിലനിർത്തുകയാണ് UDF ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2 മുന്നണികളും അതിശക്തമായി തന്നെ അതുപോലെ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ അവിടെ ഇത്തവണ നടക്കുന്നത് അതിശക്തമായ മത്സരമാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ നമുക്ക് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് പ്രവചനാതീതമായ മണ്ഡലം എന്ന രീതിയിലാണ് ഈ മണ്ഡലത്തെ പരിഗണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 3 സീറ്റ് ഇടതുപക്ഷം നിലനിർത്തും, 1 സീറ്റ് UDF നിലനിർത്തും, 1 സീറ്റ് പ്രവചനാതീതമായ മത്സരമാണ്. ഇതാണ് ഇടുക്കിയിലെ 5 സീറ്റുകളുടെ അവസ്ഥ.